ഗൈസ് രാവിലെ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നപ്പോഴത്തേക്കും ചേച്ചി എന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ അമ്മ എന്നെ അത്യാവശ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചിരുന്നപ്പോഴത്തേക്ക് എന്താണ് താഴത്തെ വയലിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് മേളിലോട്ട് കൊണ്ട് ഇട്ട് കൊടുക്കണം. കാര്യം അമ്മയ്ക്ക് കുറച്ച് പുതിയ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്, അത് അത്യാവശ്യമായിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് നട്ട് വെക്കണം. അങ്ങനെ എനിക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള കൊച്ചാന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാനങ്ങനെ അമ്മയെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അങ്ങനെ കുറച്ച് മണ്ണൊക്കെ മേളിൽ കൊണ്ട് ഇട്ടെല്ലാം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്കത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ് പുതിയ എന്തെങ്കിലും നിൻ്റെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ റോസ്റ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ പാനിലിട്ട് ബട്ടർ ഇട്ടാട്ടോ ഇന്ന് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ ബട്ടർ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ചിക്കൻ നമ്മൾ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആക്കുക കേട്ടോ. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ഒരു മീഡിയം ഫ്രൈ ആക്കുക. അപ്പോൾ അതിനിടയ്ക്ക് മിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മിച്ചുവിൻ്റെ അടുത്ത് അതിനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് സംഭവം ഇയാൾ ഒന്ന് ചോദിക്കുന്നത് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത്, മാമി എന്താ ചെയ്യുന്നത്, എന്നെ ഇത്തിരി മേളിലിരുത്തു എന്നൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇയാൾ പിടിച്ച് മേളിലൊക്കെ ഇരുത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ബ്രഞ്ച് ടൈമായി. അപ്പോൾ ഞാനൊരു സ്കൂപ്പ് വേ ആട്ടോ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഞാൻ ക്യാരറ്റ് ഉണ്ടായിരുന്നേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങ് അടച്ച് വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മളിതൊക്കെ തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരണ്ട് വന്ന് അപ്പം ചിക്കൻ ഓൾറെഡി ചെറിയ രീതിയിൽ ഫ്രൈ ആണല്ലോ. എന്നിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും അടച്ച് വെക്കും. ആക്ച്വലി ഇത് സ്ലോ കുക്കിൽ ഉണ്ടാക്കുന്നതാണ്, സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് തീ വീണ്ടും ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെയുള്ള പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് കഴുകി വെച്ച് അവിടെ കിച്ചണൊക്കെ ഒന്ന് വർക്ക് ഏരിയയൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ചെയ്ത് അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കുക്കായി കിട്ടുമല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഫുള്ളെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇതൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഉദ്ദേശിച്ച പോലെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതും അടച്ച് വെച്ചിട്ട് നിന്നപ്പോഴത്തേക്കും നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ റെഡി. അങ്ങനെ അതൊക്കെ ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ക്യാബേജ് തോരനും പിന്നെ മീൻകറി ഉണ്ട്. നമുക്ക് അയലയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയല മീൻകറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് രസം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറെ കറികളായിട്ട് മീൻ പൊരിച്ചതും ഉണ്ട്. പിന്നെ ചോറുമായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടി നമുക്കുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ദിവസം മുന്നേ അമ്മയാണെങ്കിൽ ഇത്തിരി ഉണക്ക മാങ്ങ ഉണക്കിയിട്ട് അച്ചാറിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു സാധനം കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ചേച്ചി മിച്ചുവിന് ചോറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്ലാന്റിങ് പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അതിനുശേഷം ഞാനും ഉച്ചയായതുകൊണ്ട് വന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ.